Hi friends, Twin Bloggers മറ്റൊരു എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ അൺബോക്സിംഗ് വീഡിയോ ആണ്. നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് സാംസങ് ഗാലക്സി A52s 5G ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഈ ബോക്സ് അൺബോക്സ് ചെയ്ത് നോക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഫോൺ കാണാം. ഫോൺ നമുക്ക് ഇവിടെ മാറ്റി വയ്ക്കാം. വേറെ ഇതിൻ്റെ അകത്ത് വരുന്നത് സാംസങ്ങിൻ്റെ തന്നെ ചാർജർ കൊടുത്തിട്ടുണ്ട്. 15 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആണ് കൊടുത്തേക്കുന്നത്. ഫോണിൻ്റെ 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഒരു ഡേറ്റ കേബിൾ കൊടുത്തിട്ടുണ്ട്. ഡേറ്റ കേബിൾ നോക്കുമ്പോൾ നമുക്ക് കാണാം സി ടൈപ്പ് ആണ് വരുന്നത്. പിന്നെ സാംസങ്ങിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എന്താണെന്ന് നോക്കാം. അതിൽ സിം ജെറ്റ് ടൂൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അകത്ത് എന്താണെന്ന് നോക്കാം. അകത്ത് കുറച്ച് പേപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. റീജിയണൽ ലോഗ് ഗൈഡ് കൊടുത്തിട്ടുണ്ട്. വാറണ്ടി കാർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഫോണിലേക്ക് എടുക്കാം. ആദ്യം തന്നെ ഈ പ്ലാസ്റ്റിക്കിന്റെ കവർ നയിച്ചു മാറ്റാം. ബാക്കിൽ ഈ സ്റ്റിക്കറും കൂടി നയിച്ചു മാറ്റാം. ബാക്ക് മാറ്റ് ബ്ലാക്ക് ആണ്. ഇവിടെ ബാക്ക് പ്ലാസ്റ്റിക്കിന്റെ ബിൽഡാണ്. ഫ്രണ്ട് ആവുമ്പോൾ ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ ആണ് നൽകിയിരിക്കുന്നത്. ഇനി റൈറ്റ് സൈഡിൽ വരുമ്പോൾ പവർ ബട്ടൺ കാണാം. വോളിയം ബ്ലോക്കേഴ്സും കാണാം. അടുത്തേക്ക് വരുമ്പോൾ 3.5ന്റെ ഒരു ഹെഡ്ഫോൺ ജാക്ക് കാണാം. നോയിസ് ക്യാൻസലേഷൻ മൈക്ക് കാണാം. ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് കാണാം. പിന്നെ സ്പീക്കർ ഗ്രിൽസും കാണാം. ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല. മുകളിലേക്ക് നമുക്ക് സിം സ്ലോട്ട് കാണാം. ഹൈബ്രിഡ് സ്ലോട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു നോയിസ് ക്യാൻസലേഷൻ മൈക്കും കാണാം. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 32 MB ഒരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറ നമുക്ക് കാണാം. ഫോണിന്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ കോഡ് ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. 12 MB അൾട്രാ വൈഡ് ക്യാമറ കാണാം. 64 MB മെയിൻ ക്യാമറ കാണാം. അത് OIS സപ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ 5 MB ഡെപ്ത് സെൻസർ കാണാം. 5 MB മാക്രോ ക്യാമറ കാണാം. ഒരു LED ഫ്ലാഷ് കാണാം. ഫോണിന്റെ വെയിറ്റ് വരുന്നത് 189 grams ആണ്. അതുപോലെ തന്നെ ഡെപ്ത് ആണെങ്കിൽ 8.4 mm ആണ്. വിഡ്ത്തിലേക്ക് വരുമ്പോൾ 75.1 mm ആണ്. ഈ ഫോൺ നല്ല സ്ലിം ആയതുകൊണ്ട് തന്നെ കൈ പിടിക്കാൻ വളരെ കംഫർട്ടാണ്. A778G ആണ് ഇതിന്റെ പ്രൊസസ്സർ. 1 UI വേർഷൻ 3.1 ആണ്. ഇതിന്റെ ആൻഡ്രോയിഡ് വരുന്നത് 11 ആണ്. അതുപോലെ തന്നെ 12 വ്യത്യസ്തമായ 5G ബാൻഡുകൾ അടങ്ങിയിരിക്കുന്ന ഒരു ഫോണാണിത്. സ്ക്രീനിലേക്ക് വരുമ്പോൾ 6.5 inches ആണ്. അതുപോലെ തന്നെ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. സ്ക്രീൻ റിഫ്രഷ് റേറ്റ് 120 Hz വരെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സ്ലൈഡ് ചെയ്യുമ്പോഴൊക്കെ നല്ല സ്മൂത്ത് ആണ്. സൂപ്പർ AMOLED സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ നല്ല വീഡിയോ വ്യൂവിംഗ് ആംഗിൾസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസിന്റെ സഹായത്തോടു കൂടി നല്ല വീഡിയോ വ്യൂവിംഗ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. നമുക്കിനി ഇതിന്റെ ഓഡിയോ കേട്ട് നോക്കാം. It is a world seemingly familiar, yet filled with fresh revelations. A young planet called Earth. നമുക്കിതിന്റെ ഫിംഗർ പ്രിന്റ് എത്ര സ്പീഡാന്ന് നോക്കാം. അത്യാവശ്യം സ്പീഡ് തന്നെ ഉണ്ട് ഇതിന്. നമുക്ക് ഇതിന്റെ ഫേസ് റെക്കഗ്നേഷൻ എങ്ങനെയാണ് നോക്കാം. അതിന്റെ സെറ്റിംഗ്സിൽ ആദ്യം തന്നെ ബയോമെട്രിക്സ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. ഇതിനകത്ത് രജിസ്റ്റർ യുവർ ഫേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. പിന്നെ അടിക്കുക. ഇവിടെ ഫേസ് റെക്കഗ്നേഷൻ കാണാം. കണ്ടിന്യൂ വെക്കുക. എന്നിട്ട് സ്പെക്സ് വെച്ചിട്ടുണ്ടോന്ന് ചോദിച്ചിട്ടുണ്ട് ഗ്ലാസ്. അപ്പോൾ ഓക്കെ അടിക്കുക. ഞാൻ ഗ്ലാസ് വെച്ചിട്ടുണ്ട്.
എസ് വെക്കുക, കണ്ടിന്യൂ വെക്കുക. ഇപ്പോൾ 70% ആയി. ഇനി ഇവർ പറയുന്നത് ഗ്ലാസ് മാറ്റിയിട്ട് നോക്കാനാണ്. ഗ്ലാസ് മാറ്റിയിട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ 100% ആയിട്ടുണ്ട്, ഓക്കെ ആയിട്ടുണ്ട്. ഡൺ കൊടുക്കാം. ഇനി ഫേസ് ലോക്ക് എന്തോരം വർക്ക് ആവണം നമുക്ക് നോക്കാം. എത്ര സ്പീഡ് ഉണ്ട് നോക്കാം. നല്ല പെട്ടെന്ന് തന്നെയാവുന്നുണ്ട്. അപ്പം ഇവർ അവകാശപ്പെടുന്നത് നോക്സിൻ്റെ സെക്യൂരിറ്റി എന്നാണ്. അപ്പം നോക്സിൻ്റെ സെക്യൂരിറ്റി എത്രയോളം നല്ലതാണ് നിങ്ങൾക്ക് തന്നെ അറിയാലോ. ആണോ? അത് ഞാൻ നോക്കട്ടെ. ഗായ്സ് അൺലോക്ക് ആയി. എൻ്റെ ഫേസ് വെച്ചാൽ അൺലോക്ക് ആവും. ഇവര് ആദ്യം സ്പെക്സിന്റെ കാര്യമൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു സ്പെക്സ് എന്റെ റൗണ്ട് ആണ്, ഇവന്റെ സ്ക്വയർ ആണ്. അപ്പൊ റൗണ്ട് സ്ക്വയർ എങ്ങനെ നോക്കുന്നതാണ്. പക്ഷെ ഇവരിപ്പോ എന്തുകൊണ്ട് ഇങ്ങനെയാന്ന് എനിക്ക് മനസ്സിലാവില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പൊ നോക്സ് സെക്യൂരിറ്റി എന്തുകൊണ്ടുണ്ട്. അപ്പൊ നിങ്ങളിപ്പോ ഫോണിൽ തന്നെ വയ്ക്കുകയാണെങ്കിലും പിന്നോ പാസ്വേഡോ ഒക്കെയാണ് എപ്പോഴും സേഫ് ആയിട്ടിരിക്കണേ. നമുക്ക് ഇതിന്റെ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് നോക്കാം. അതിൽ ഫോട്ടോയിൽ തന്നെ വൈഡ് ആംഗിൾ 1x സൂം, 2x സൂം, 10x സൂം ആൻഡ് 4x സൂം വരുന്നുണ്ട്. ഇനി വീഡിയോയിലേക്ക് വരുമ്പോഴാണെങ്കിൽ അൾട്രാ HD വീഡിയോസ് 30 FPS എടുക്കാം, ഫുൾ HD വീഡിയോസ് 30 FPS 60 FPS എടുക്കാം, HD വീഡിയോസ് 30 FPS എടുക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് സൂപ്പർ സ്റ്റഡി മോഡ് വരുന്നുണ്ട്. അതിട്ടാണ് സ്റ്റെബിലൈസേഷൻ കൂടുതലായിരിക്കും. ഇതിനകത്ത് സിംഗിൾ ടേക്ക് എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ മോറിലേക്ക് വരുമ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാം. പോർട്രേറ്റ് മോഡ്, മാക്രോ മോഡ്, പ്രോ വീഡിയോ, അങ്ങനെ കുറേ മോഡ്സ് കാണാവുന്നതാണ്. നമുക്ക് ഇതിൻ്റെ അകത്തെടുത്ത് കുറച്ച് ഫോട്ടോ സാമ്പിൾസും വീഡിയോ സാമ്പിൾസും കാണാം. ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ അൺബോക്സ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നീ കമന്റ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ. ഹായ് ഫ്രണ്ട്സ്, ബ്ലോഗ്സിന്റെ മറ്റു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു അൺബോക്സ് വീഡിയോ ആണ്.